ഫ്രണ്ട് കിറ്റ്, സൈഡ് കിറ്റ്, അങ്ങനെ ടാങ്ക് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഒരു ക്രൂഡ് ലുക്ക് തോന്നുന്നില്ലേ? ക്രൂഡ് ലുക്ക് ഫീലില്ലേ? ഇതാണ് എനിക്ക് വേണ്ടത്. ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, ദിസ് മീ മേക്ക് 46. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് R6 കിറ്റാണ് കയറ്റാൻ പോകുന്നത്. ഞാൻ ഡുക്കാറ്റ് പ്ലാൻ ഡ്രോപ്പ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ R6 ടെയിൽ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ R6 ഫ്രണ്ട് കിറ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് കിറ്റ്, സൈഡ് കിറ്റ്, അങ്ങനെ ടാങ്ക് എല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് R6 ഹെഡ്ലൈറ്റ്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഹോൾ ഇടണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയും ഒന്ന് ലൈറ്റ് വെപ്പിക്കാൻ നോക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ ഈ മേളിലെ ഹെഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. R6 അങ്ങനെ ഇല്ല, ഈ ഒരു സ്ലൈഡിങ് ഇതില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പം ഇതിൽ വന്ന പാക്കേജ് ഞാൻ കാണിച്ചു തരാം. ഇത് R6 ഹെഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ R6 ഹെഡ്. ഓക്കെ, അതിനി ഇത് വൈസറാണ് കേട്ടോ. വൈസർ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ രണ്ട് സ്ലൈഡിങ് പീസ്. ഇത് ടാങ്കിൻ്റെ അടിയിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ വച്ച് കാണിച്ചു തരാം. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ടാങ്കാണ്. കണ്ടോ, ഈ ടാങ്കാണ് ഇതിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റ് സാധനമാണ്. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ബാക്കി കിറ്റൊക്കെ നമുക്ക് നാളത്തേക്ക് മറ്റന്നൊക്കെ സെറ്റാക്കാം. അപ്പം ഈ ടാങ്ക് ഇപ്പം ഞാൻ വച്ച് കാണിച്ചു തരാം. തൽക്കാലം ടാങ്ക് ഇവിടെ ഇരിക്കട്ടെ. ഇനി സൈഡ് കിറ്റാണുള്ളത്. സൈഡ് കിറ്റ് എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. R6 കിറ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനത്തെ രണ്ട് സാധനങ്ങളാണുള്ളത്. പിന്നീട് നമുക്കിപ്പം ഈ ടാങ്ക് ഒന്ന് സെറ്റാക്കണ കാണാം. ഈ കിറ്റൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഈ ബോക്സും എടുത്ത് അകത്ത് വെച്ചിരിക്കാം. കാരണം ഇവിടെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടാങ്ക് വയ്ക്കാൻ പോവാം. ഇതാണ് ടാങ്ക്. അപ്പോൾ നമ്മൾ സെറ്റാക്കാൻ വേറെ ഒന്നുമില്ല. ഇത് ഇതിൻ്റെ പുറത്ത് വയ്ക്കണം ഇങ്ങനെ. പിന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്യുക. ഇതാണ് വരുന്നത് ടാങ്ക്. സൈഡ് ലുക്ക് ഓക്കെ, നല്ല ലെന്തില്ലേ. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന സാധനമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഈ പീസ് വന്നിട്ട് താഴെ അടിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതെന്തെങ്കിലും സ്ക്രൂ ചെയ്ത് ഇത് വെച്ചതിന് ശേഷം ബാക്കി സെറ്റാക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് വയ്ക്കാനുള്ളത്. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വളഞ്ഞ് വന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ടാങ്ക് കുറച്ചും കൂടി വലുതായിട്ട് പോകും. അങ്ങനെയാണ് സെറ്റപ്പ് വരുന്നത്. എന്തായാലും ടാങ്ക് ഇതിലിരിക്കട്ടെ. ബാക്കി സാധനമൊക്കെ നമുക്ക് പറക്കി ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കാം. പിന്നീട് ഞാൻ ഹെഡ്ലൈറ്റ് വെക്കാൻ പോകും. ഒരു കാര്യം, നമുക്ക് ഹെഡ്ലൈറ്റ് വയ്ക്കുമ്പം എനിക്ക് ഗ്ലാസ് വയ്ക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് വയ്ക്കുമ്പം ഈ സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഇങ്ങനെ വെച്ചുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതല്ലേ കുറച്ചുകൂടി കൊള്ളാമെന്നുള്ളത്. ഈ മേളത്തെ ലീഫ് കട്ട് ചെയ്ത് മാറ്റണം. ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ, അതായത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓഫർ ഓടിക്കാനാണ് പാട്. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ എന്നാലേ ആ ഒരു ഗുമ്മ് കിട്ടുകയുള്ളൂ നമുക്ക്. ഇതല്ലേ സെറ്റ്. അതാകുമ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഐസ് കാരണം ഞാൻ കാണിച്ചു തരാം. കണ്ട ഐസ്, ടടാ. ഇങ്ങനെ വരുമ്പോഴേ ഐസ് ഇരുന്ന ഒരു ഗുമ്മുള്ളൂ. കണ്ടോ, ഒരു ക്രൂഡ് ലുക്ക് തോന്നുന്നില്ലേ? ക്രൂഡ് ലുക്ക് ഫീലില്ലേ? ഇതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ അപ്പം നമ്മളിപ്പോൾ ബാറ്ററി ഡൗൺ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഓണാക്കി ഐസ് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ബാറ്ററി ചാർജ് കൊടുക്കണം.
അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? ഇത്രയും പാർട്സ് ഉണ്ട്. ഇത്രയും പാർട്സ് നമ്മളിൽ സെറ്റാക്കണം. ഇതിനു വേണ്ടിയായിരുന്നു വെയിറ്റിംഗ്. അപ്പോൾ ഇതിനി നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ ആരെങ്കിലും നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.